നമസ്തേ. പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും ഞാൻ ശിവൻ. മെയ് 17 രാവിലെയും ഉച്ചകഴിഞ്ഞുമായി കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം. അതുപോലെ തന്നെ മെയ് 17 രാവിലെ നടക്കുന്ന എക്സാമിൽ നിന്നാണ് ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റും കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും ഒക്കെ ബിടെക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സെക്ഷനെ കുറിച്ച് നോക്കിയാൽ രാവിലെ ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെടുന്ന പേപ്പർ 1, ഉച്ച കഴിഞ്ഞ് മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ 2, രണ്ടിനും 120 ചോദ്യങ്ങൾ, 150 മിനിറ്റ് നമുക്ക് എഴുതാനായിട്ടുണ്ടാകും. വാലിഡ് ID പ്രൂഫും അഡ്മിറ്റ് കാർഡും സഹിതമാണ് നമുക്ക് എക്സാമിന് ഹാജരാകേണ്ടത്. എഞ്ചിനീയറിംഗ് എക്സാം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് രാവിലെയും ഉച്ച കഴിഞ്ഞുമുള്ള പരീക്ഷ നിർബന്ധമായും എഴുതേണ്ടതാണ്. ഉച്ച കഴിഞ്ഞുള്ള മാത്തമാറ്റിക്സ് പരീക്ഷയും എഴുതി കഴിഞ്ഞ് മാത്രമേ സെൻറ്റർ വിടാൻ അനുവദിക്കുകയുള്ളൂ. ഫാർമസിയാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫാർമസി മാത്രമേ ഓപ്റ്റ് ചെയ്തിട്ടുള്ളൂവെങ്കിൽ രാവിലെ നടക്കുന്ന 10 മുതൽ 12:30 വരെ നടക്കുന്ന എക്സാം മാത്രം എഴുതിയാൽ മതിയാകും. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും മാർക്കുകൾ കൂട്ടിയിട്ട് +2 കിട്ടിയ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്താണ് കേരള എൻട്രൻസ് കമ്മീഷണർ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ ബിഫാമിന് രാവിലെ നടക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പേപ്പർ 1ൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കീം 2023 അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി കേരള മെഡിക്കലിനാണ് അപേക്ഷിച്ച് നൽകിയിരിക്കുന്നതെങ്കിൽ അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയിട്ടില്ല. കാരണം അവർക്ക് പ്രവേശന പരീക്ഷ നീറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അത് കേരള എൻട്രൻസിൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുകയും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്താൽ മതിയാകും. കീം 2023 അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിച്ചപ്പോൾ എഞ്ചിനീയറിംഗോ ബിഫാമോ സെലക്ട് ചെയ്യേണ്ടവരാണ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന അഡ്മിറ്റ് കാർഡുകൾ കളർ പ്രിൻ്റുകൾ എടുക്കുന്നതാണ് അഭികാമ്യം എന്നാണ് എൻട്രൻസ് കമ്മീഷൻ നോട്ടിഫൈയിൽ പറഞ്ഞിരിക്കുന്നത്. കാൻഡിഡേറ്റിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് കളർ പ്രിൻ്റാണ് അഭികാമ്യം. അഡ്മിറ്റ് കാർഡിനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ID പ്രൂഫും നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടതാണ്. സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ്, ക്ലാസ് 12ൻ്റെ ബോർഡ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ്, ആധാർ, വോട്ടേഴ്സ് ID, ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോഗ്രാഫ് ഉള്ളത്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ ഒറിജിനലും പരീക്ഷാ ഹാളിൽ നിർബന്ധമായും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. രാവിലത്തെ പേപ്പർ 1 മെയ് 17 രാവിലെ 10 മണിക്കാണ് പേപ്പർ 1 ആരംഭിക്കുന്നത്. കൃത്യം അരമണിക്കൂർ മുമ്പ് 9:30 മുമ്പെങ്കിലും എക്സാം ഹാളിൽ പ്രവേശിക്കേണ്ടതാണ്. അരമണിക്കൂറിന് ശേഷം 9:30 ശേഷം ഒരു കാരണവശാലും എക്സാം ഹാളിൽ പ്രവേശിപ്പിക്കുകയില്ല. കീം 2023 അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും ഉണ്ടാവും. പ്രത്യേകിച്ച് ഫോട്ടോയോ ഒപ്പോ ഇടേണ്ടതായിട്ടില്ല. നമ്മൾ കൂടുതലായിട്ട് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകേണ്ടതായിട്ടുമില്ല. ഓൾറെഡി അതിനകത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കേണ്ടതായിട്ടില്ല. എക്സാം സെൻറ്ററിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. രാവിലെ 9:30 ഹാജരാകേണ്ടതാണ്. എക്സാം സിറ്റി എക്സാം ഒരു സ്കൂളായിരിക്കും, ഓഫ്ലൈൻ എക്സാമാണ്. അതുകൊണ്ട് രാവിലെ 9:30 എത്തേണ്ടതായതുകൊണ്ട് തലേ ദിവസം തന്നെ എക്സാം സെൻറ്ററിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. രാവിലെ നമ്മൾ എത്തിയിട്ട് എക്സാം 9:30 കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേരള എഞ്ചിനീയറിംഗിൻ്റെയോ ഫാർമസിയുടെയോ പ്രവേശന പരീക്ഷയിൽ പങ്കെടുപ്പിക്കുകയില്ല. 9:30 നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സ്കൂളിനെ കുറിച്ച് ഒരു ഐഡിയ, തലേ ദിവസമെങ്കിലും നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സ്കൂളിനെ കുറിച്ച്, എക്സാം സെൻറ്ററിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരത്തിലൊക്കെ എത്താമെന്നുള്ളതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി 17 രാവിലെ 10 മുതൽ 12:30 വരെ, അതായത് 120 ചോദ്യങ്ങൾ 150 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് 2:30 ആരംഭിക്കും, 5 മണി വരെയായിരിക്കും എക്സാം. നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ വേർഷൻ കോഡ് ഓൾറെഡി നമ്മുടെ ഹോൾ ടിക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വേർഷൻ കോഡെന്നും നമ്മളുടെ OMRൽ ഇതേ വേർഷൻ തന്നെയാണ് എന്നും കുട്ടികൾ ഉറപ്പ് വരുത്തേണ്ടതാണ്.
അഡ്മിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ വാലിഡ് ID പ്രൂഫ് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിൻ്റ് പേനയൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. OMR കറുപ്പിക്കുന്നതിനും OMRലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബബിൾസ് കറുപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിൻ്റ് പേന നമ്മൾ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. റഫ് വർക്ക് ചെയ്യാനായിട്ട് അഡീഷണൽ ഷീറ്റ് അനുവദിക്കുകയില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ ആവശ്യമുള്ള സ്പേസ് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. OMR നമുക്ക് വെച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡോ ക്ലിപ്പ് ബോർഡോ വേണമെങ്കിൽ കൊണ്ടുപോകേണ്ടതാണ്. അതല്ലാതെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സോ മൊബൈൽ ഫോണോ അങ്ങനെയുള്ളതൊന്നും യാതൊന്നും നമ്മുടെ പരീക്ഷാ ഹാളിൽ കയറ്റുകയില്ല. നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഒരു ബിലോങ്സും സൂക്ഷിക്കാനുള്ള സൗകര്യവും എക്സാം ഹാളിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പം ID കാർഡ് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഒരു കളർ പ്രിൻ്റ് ഔട്ട്, അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കളർ പ്രിൻ്റ് ഔട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, അഭികാമ്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കളർ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നമ്മുടെ വാലിഡ് ID പ്രൂഫ്, ഒറിജിനൽ ID പ്രൂഫ്, ആധാറോ ആധാറോ അഡ്മിറ്റ് കാർഡോ ഏതെങ്കിലും, പിന്നെ ഒരു പേന, ഇത്രയുമാണ് ഏറ്റവും നിർബന്ധമായിട്ടും എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടത്. 9:30 ശേഷം നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ വേർഷൻ കോഡും നമ്മുടെ അഡ്മിറ്റ് കാർഡിലെ വേർഷൻ കോഡും OMRൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. അത് നമ്മൾ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. OMR ഷീറ്റിൽ നമ്മളുടെ റോൾ നമ്പർ, വേർഷൻ കോഡ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ പേര് എന്നിവ നമ്മൾ കൃത്യമായി നമ്മുടെ പേന ഉപയോഗിച്ച് രേഖപ്പെടുത്തേണ്ടതാണ്. മൊബൈൽ ഫോണോ അതുപോലെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസൊന്നോ സ്മാർട്ട് വാച്ചുകളൊന്നും അനുവദിക്കുകയില്ല. സാധാരണ നിങ്ങൾക്ക് സമയം അറിയാനായിട്ട് എല്ലാ എക്സാം സെൻറ്ററിലും ബെല്ലുകൾ ഉണ്ടാവും. കൃത്യമായിട്ടും 2.5 മണിക്കൂർ നിങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബെൽ സംവിധാനം ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് മെയ് 17-ാം തീയതി രാവിലെ 9:30 മുമ്പ് അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫുമായിട്ട് നിങ്ങൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മെയ് 17-ാം തീയതി B.Pharmൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും പ്രവേശന പരീക്ഷയ്ക്ക് ശേഷം ഏതാണ്ട് ജൂൺ ആദ്യത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ +2 മാർക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഈ മെയ് 17-ാം തീയതി നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ മാർക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും. ഈ മാർക്കിൻ്റെയും +2 മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഏതാണ്ട് ജൂൺ 3-ാമത്തെ ആഴ്ചയോടുകൂടി കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും. അതുപോലെ തന്നെ രാവിലെ നടന്ന പേപ്പർ 1ൻ്റെ മാർക്ക് മാത്രം അടിസ്ഥാനപ്പെടുത്തി B.Pharmൻ്റെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധപ്പെടുത്തും. ഓരോ കുട്ടികളും കീം 2023 4 കോഴ്സുകൾ, മെഡിക്കൽ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, B.Pharm, ആർക്കിടെക്ചർ ഏതൊക്കെ കോഴ്സുകൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റ് ജൂൺ അവസാന വാരം ആരംഭിക്കുകയും ചെയ്യും. കീം 2023ൻ്റെ ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് ബ്രില്യൻറ്റ് പാല യൂട്യൂബ് ചാനലിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.